ഓക്കെ, അപ്പോൾ വോളറ്റിലിറ്റി ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബേസിക് ആയൊരു കോൺസെപ്റ്റാണ്. ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ a measurement of how varied the returns of a given security or market index are over time. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ആ റിസ്ക് സിമ്പിളായിട്ട് നോക്കാൻ സ്റ്റോക്ക് എത്രമാത്രം വോളറ്റൈൽ ആണെന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ പെട്ടെന്ന് മാറുന്നത് ഒരു ഹൈലി വോളറ്റൈൽ സ്റ്റോക്കിൻ്റെ ലക്ഷണമാണ്. അതിനൊപ്പം അത്യാവശ്യം സ്റ്റേബിൾ ആണെങ്കിൽ എന്നുവെച്ചാൽ വാല്യൂ ഒത്തിരി പെട്ടെന്ന് മാറുന്നില്ല, it is a low volatility stock. Volatility covers the degree of change. അതുകൊണ്ട് ചാടി കയറുന്നതും പെട്ടെന്ന് താഴുന്നതും വോളറ്റിലിറ്റി ഒരു ഭാഗമാണ്. വോളറ്റിലിറ്റി നല്ലതാണോ മോശമാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടാണ്. കുറേ റിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ ഹൈലി വോളറ്റൈൽ സ്റ്റോക്കുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഉള്ള ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പതുക്കെ വർഷങ്ങൾക്ക് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സ്റ്റേബിളായ പ്രോഫിറ്റ് വേണമെങ്കിൽ ലോ വോളറ്റൈൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. എൻ്റെ പോർട്ട്ഫോളിയോയിൽ രണ്ടുമുണ്ട്. മെജോറിറ്റി ഹൈലി വോളറ്റൈൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലാണ്. ഇത് എൻ്റെ റിസ്ക് ടോളറൻസും അതിനൊപ്പം വേറെ കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. എല്ലാവരുടെയും സിറ്റുവേഷൻ വേറെയാണ്. അതുകൊണ്ട് റിസ്ക് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷുവറായിട്ടും പണി കിട്ടും.